പ്രപഞ്ചത്തിന്റെ അവസാനം എങ്ങനെയെന്നത് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള പുതിയ പ്രവചനവുമായി എത്തിയിരിക്കുകയാണ് ഭൗതിക ശാസ്ത്രജ്ഞർ. മഹാസങ്കോചം എന്ന വിപരീത പ്രക്രിയയിലൂടെ പ്രപഞ്ചവും ഭൂമിയിലെ മനുഷ്യജീവനുമെല്ലാം അവസാനിക്കുമെന്നാണ് സ്പെയിനിൽ നിന്നുള്ള ഹോങ് നാൻ ലു, ചൈനയിൽ നിന്നുള്ള യു ചെങ് ക്യു, യുഎസിൽ നിന്നുള്ള ഹെൻറി ടൈ എന്നീ ഗവേഷകർ പറയുന്നത്. പ്രപഞ്ചത്തിന്റെ വികാസത്തിന് കാരണമാകുന്ന ഡാർക്ക് എനർജി കാലക്രമേണ മാറിക്കൊണ്ടിരിക്കാമെന്ന സമീപകാല കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് നിഗമനം. ഇവരുടെ കണ്ടെത്തലുകൾ ശരിയാണെങ്കിൽ ഏകദേശം 11 ബില്യൺ, അതായത് 1100 കോടി വർഷങ്ങൾക്കുള്ളിൽ പ്രപഞ്ചത്തിന്റെ വികാസം അവസാനിക്കും. അതിനുശേഷം അത് ചുരുങ്ങാൻ തുടങ്ങുകയും ഒടുവിൽ സ്വന്തം ഗുരുത്വാകർഷണത്താൽ തകരുകയും ചെയ്യും. പ്രപഞ്ചത്തിന്റെ ആകെ ആയുസ് ഏകദേശം 33.3 ബില്യൺ, അതായത് 3330 കോടി വർഷമാണെന്ന് പഠനം കണക്കാക്കുന്നു. മഹാവിസ്ഫോടനം 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതിനാൽ പ്രവചിക്കപ്പെട്ട ഈ പ്രപഞ്ച തകർച്ചയ്ക്ക് ഇനി 20 ബില്യൺ, അതായത് 2000 കോടി വർഷത്തിൽ താഴെ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഒരു നൂറ്റാണ്ടിലേറെ മുൻപ് ആൽബർട്ട് ഐൻസ്റ്റീൻ അവതരിപ്പിച്ചതും നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഭാവി പ്രവചിക്കാൻ സമീപകാലത്ത് പ്രപഞ്ച ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്നതുമായ ഉൾപ്പെടുന്ന ഒരു മാതൃകയിലേക്ക് പുതിയ വിവരങ്ങൾ ചേർത്തതിന് ശേഷമാണ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസസിലെ പ്രൊഫസർ എമരിറ്റസ് ആയ ഹെൻറി ടൈ ഈ നിഗമനത്തിൽ എത്തിയത്. ഈ മഹാസങ്കോചം പ്രപഞ്ചത്തിന്റെ അവസാനത്തെ നിർവചിക്കുന്നു. ഏകദേശം 20 ബില്യൺ വർഷത്തിനുള്ളിൽ ഈ മഹാസങ്കോചം സംഭവിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. പ്രപഞ്ചം എന്നേക്കുമായി വികസിക്കുമെന്ന ദീർഘകാല വിശ്വാസത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന്റെ അന്തിമ വിധിയെക്കുറിച്ച് ഒരു പുതിയ കാഴ്ചപ്പാട് നൽകുന്നതാണ് ഈ സിദ്ധാന്തം.